ഹലോ ഹബീബീസ്, നിങ്ങളിപ്പോ ഇങ്ങനെ വിചാരിക്കണ്ടാവും ഏതാ ഈ ചങ്ങായിമാർ ഈ പോരി വെയിലത്ത് നാട്ടുച്ചക്ക് ഇങ്ങനെ എവിടുക്ക ഇത് കറങ്ങി നടക്കണത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ്. UAE റിസാല ടാർഗറ്റ് പൂർത്തീകരിക്കുന്ന മൂന്നാമത്തെ സോണായിട്ട് അബുദാബി സിറ്റി സോണിന്. അപ്പൊ ആ ഒരു വിജയാഘോഷം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹബീബിമാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണ്. അതിനാണ് ഇപ്പൊ ഞാനും ഈ സ്വയം ഉസ്താദും കൂടി പോണത്. ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മൾ മൂപ്പര കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം വെറുതെ ആവില്ല. ഫുൾ ടൈം ഇൽമേറ്റ് ഷൂലാകുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അത് മാത്രല്ല, പരിപാടി സ്ഥലത്ത് എത്തിയൊക്കെ അതിനെക്കാട്ടിലും കഥ. നമ്മള് ചാനൽ തുടങ്ങിയതിന്റെ ശേഷം നമ്മളെ കുറെ അഭിമാരെ പിന്നെ കണ്ടപ്പോളേ എല്ലാവർക്കും ഒരു പൂതി, ഇനിയും വൈറലാക്കണം. എങ്ങനെയപ്പോ നമുക്ക് ഇവിടെ വൈറലാക്കാം? ഞാൻ ആദ്യം വൈറലാവണ്ട, എന്നാലും ഇപ്പൊ ഇവിടെ വൈറലാക്കാൻ പറ്റുള്ളൂ. ഏതായാലും ആരെയും പൂതി വെറുതെ ആക്കിയിട്ടില്ല, എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുത്തു. ഇയാളെ കണ്ടില്ലേ, ഇതാണ് ആഷിഖദനി. ഇയാൾക്കാണ് ഭയങ്കരം പൂതി, അതുകൊണ്ട് അയാളെ കുറെ സമയം വീഡിയോയിൽ നിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയട്ടെ, ഈ സ്വയം ഉസ്താദ് ഉണ്ടല്ലോ, മൂപ്പർക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. മൂപ്പര് ഏത് പരിപാടിക്ക് പോയാലും എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും മൈക്ക മൂപ്പര കൈക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിന്. ഏതായാലും കുറച്ചൊക്കെ ചൂടും വെയിലൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വെൽക്കം ഡ്രിങ്കിന്റെ ടേസ്റ്റ് അത് ആസ്വദിക്കാൻ പറ്റി. ഒന്നുമില്ല, മെറിന്റയിൽ കുറച്ച് ആപ്പിൾ ചെത്തി കോരിട്ടിക്കണ്, അതിക്ക് കുറച്ച് കസ്കസ് വിതരും ചെയ്തിരിക്കണ്. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടാ, നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിങ്ങനെ കുടിച്ചും കൊടുക്കുമ്പോഴാണ് നമ്മളെ അളിയന് സുഹൈൽ അഫ്ഗാനിസ്ഥാനെ കാണുന്നത്. മൂപ്പര നമ്മളെ ചാനലിനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. നമുക്കത് നല്ല സന്തോഷമായി. ഏതായാലും എല്ലാവരും ഒരു പരിപാടിന്റെ ഫസ്റ്റ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന പരിപാടി അത് അവസാനം തന്നെയാണ് ഉണ്ടായിരുന്നു കേട്ടാ. ഒന്നുമില്ല, കാര്യപരിപാടി തന്നെ, ഫുഡ് പരിപാടി. എന്തായാലും എല്ലാ ഹബീബുമാരും വയറ് നിറയെ ബിരിയാണിയും കഴിച്ച് കുറഞ്ഞ സമയം കൊണ്ട് പുഞ്ചിരിക്കുന്ന കുറെ മുഖങ്ങൾ കണ്ട് സന്തോഷിക്കാൻ പറ്റി. എന്തായാലും വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹം പറഞ്ഞ എല്ലാവർക്കും ഓരോ ചാൻസും കൊടുത്ത് നമുക്ക് സന്തോഷമായി, അവർക്കും സന്തോഷമായി. തിരിച്ചു പോരുമ്പോൾ ഹഫീസ് ഖാന്റെ വണ്ടി കിട്ടി. പോരുമ്പോൾ കുറെ ബസ് കയറുന്ന സമയത്തും അല്ലാതെയൊക്കെ ആയിട്ട് കുറച്ച് വെയിലും ഇതൊക്കെ കൊണ്ടുക്കണമെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഹഫീസ് ഖാന്റെ ആ AC ഉള്ള കാറിൽ പോകാൻ പറ്റി. പറഞ്ഞ സമയം മൂപ്പര വടായും കെട്ടിരുന്നപ്പോത്തിന് നമ്മളെ സ്ഥലത്ത് ഇത് അറിഞ്ഞില്ലട്ടാ. ഏതായാലും നല്ല സന്തോഷമുള്ളൊരു ദിവസം ഇന്നാണ്ട് കഴിഞ്ഞ്. ഏതായാലും എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ വരട്ടെ ഇൻഷാ അല്ലാ. എന്നാ ശരി, ഓക്കെ.